ടാറ്റ ഭദ്ര. ബൈ. അതെ സാറോ. അയ്യോ. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കാണാൻ പോകുന്നത് ഡേവിഡി ടൈൽ ടോക്സിൽ ഒരു ഗംഭീര എപ്പിസോഡാണ്. എൻ്റെ ബാക്കിൽ നിങ്ങളിപ്പോൾ ഈ വിഷ്വലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോവാണ്. ഞങ്ങളുടെ ശാസ്താംകുളം റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ട്രിപ്പാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോകുന്നത് KSRTC ബസ്സിലാണ്. അപ്പോൾ ഈ ഒരു ട്രിപ്പായിരിക്കും ഇന്നത്തെ എപ്പിസോഡ്. ഇവിടുന്ന് നേരെ മാമലക്കണ്ടം വഴി മൂന്നാർ കാടൊക്കെ വഴി വേറൊരു ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് വിശ്വസിക്കാം. കംപ്ലീറ്റ് ടീം നമ്മളുടെ ഇവിടെ റെഡിയായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇനി ബസ്സിൽ കയറി ഇവിടുന്ന് എങ്ങനെയൊക്കെയാണ് പോകുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, എല്ലാ പരിപാടിയും ഈ എപ്പിസോഡിൽ കാണാൻ പറ്റും. കംപ്ലീറ്റ് ടീം നമ്മളുടെ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, ഇനി അതിലേക്ക് പോകാം. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ പെരുമ്പാവൂർ GTC ബഡ്ജറ്റ് ഓഫീസിൽ നടത്തുന്ന ഉല്ലാസയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് മാമലക്കണ്ടം മൂന്നാറാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ എപ്പിസോഡ് എന്താണെന്ന്. അങ്ങനെ ഞങ്ങൾ KSRTCയുടെ ഒരു ഉല്ലാസ യാത്രയ്ക്ക് പോവുകയാണ്. രസകരമായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മളുടെ ഷമീർ എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ഇതിൽ സ്പീക്കേഴ്സും സൗണ്ടും അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റുകൾ, ഇൻഫർമേഷൻസ് തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്. കുറേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ബലൂണൊക്കെ ഒരുക്കി രസകരമായിട്ടാണ്. അപ്പോൾ ഷമീർ പിന്നീട് പറഞ്ഞു തന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ അത് കഴിഞ്ഞാൽ ലഞ്ച് എവിടെ കഴിക്കണം, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസാണ് നമുക്ക് തന്നത്. അടിപൊളിയായിരുന്നു. നല്ല രസകരമായിട്ടുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്നും AM റോഡിലേക്ക് കയറി മൂന്നാർ റോഡിലേക്ക്. അങ്ങനെ ഞങ്ങൾ ബസ് യാത്ര തുടർന്നപ്പോൾ നമ്മുടെ വിജയൻ ചേട്ടൻ, എൻ്റെ നെയ്ബറാണ് വിജയൻ ചേട്ടൻ, ഒരു പാട്ടോടുകൂടി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. രസകരമായിരുന്നു. പിന്നീട് പിള്ളേർ ഡാൻസും പരിപാടികളും എല്ലാം തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ ഓടി കോതമംഗലത്തെത്തി. കോതമംഗലത്തെത്തുമ്പോൾ ഇപ്പോൾ ഒരു KSRTCക്ക് ഇതുപോലുള്ള ഉല്ലാസയാത്രയ്ക്ക് പോകുമ്പോൾ അവരുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഇനി പോകാൻ പോണത് കാടും മലയും ഒക്കെയാണ്. അതിനു മുമ്പുള്ള ഡിപ്പോയിൽ കയറ്റിയിട്ട് വണ്ടി ഒന്ന് റീചെക്ക് ചെയ്യണം. ഓൾറെഡി അവർ അവിടെ നിന്ന് വരുമ്പോൾ നമ്മളോട് ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്, ഞങ്ങൾ ബസ് ഫുള്ള് ചെക്ക് ചെയ്തതാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ട്രാവൽ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല കേട്ടോ. കാരണം നമ്മൾ KSRTCയിൽ നിന്നും ഇങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ KSRTCയെക്കുറിച്ച് കേട്ടിരിക്കുന്നത് കുറ്റവും കുറവും മാത്രമാണ്. പക്ഷേ ഈ യാത്രയോടുകൂടി ഞങ്ങൾക്കത് മാറി. നിങ്ങൾക്കും അത് മാറും ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ. ഇത് രസകരമായിട്ട് ഒരു ദിവസം ഒരു 1 ഡേ ടൂറിന് പോകാൻ പറ്റിയ ഒരു പരിപാടിയാണ് കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഇതെല്ലാം കാണിച്ച് കൊണ്ടുവരികയും ചെയ്യും. നമുക്ക് രസകരമായിട്ട് KSRTCയോടുള്ള നമ്മളുടെ സമീപനം തന്നെ മാറിപ്പോവും. അത് നിങ്ങൾക്ക് പോകെ കാണാം. അങ്ങനെ അവർ വണ്ടിയുടെ ബ്രേക്കും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്ത് ഞങ്ങളങ്ങനെ അവിടെ നിന്നും യാത്ര തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തലക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ അവർ സ്ഥിരമായിട്ട് നിർത്തുന്ന ഇതെല്ലാം സെറ്റാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ബൊഫേ എല്ലാം, ഇപ്പം നമ്മൾ നേരത്തെ ഷമീർ പറഞ്ഞ പോലെ അവിടെ ഒരു ബൊഫേ സെറ്റായിരിക്കും. നമ്മൾ പോവുക, കഴിക്കുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെന്നപ്പോൾ തന്നെ ഓൾറെഡി ഒരു ബസ് അവിടെ വന്നിരുന്നു. ഇതെല്ലാം ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ. ഇതുപോലെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ലാസ്റ്റ് പറയാം.
എങ്ങനെയാണ് നിങ്ങൾക്കിത് കിട്ടേണ്ടത് കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കുറച്ച് തിരക്കൊക്കെ ഉണ്ട്, എന്നാലും ഇതൊക്കെ രസമായിട്ട് കണ്ടാൽ ഇതൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. നേരെ മുകളിലേക്ക് പോയ കട്ടപ്പനയാണ്. ഇപ്പം നമ്മൾ നേരിമംഗലം എത്തി. നേരിമംഗലം മൂന്നാറാണ്. ഈ നേരിമംഗലത്തിന് മുമ്പായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ട്. ആ റോഡ് വഴിയാണ് നമ്മളിനി പോകാൻ പോകുന്നത്. ഈ ബസ് വന്നപ്പോൾ, വേണാട് വന്നപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ഒരു വിഷമമുണ്ട്. പക്ഷേ സൂപ്പർ ഫാസ്റ്റ് മതിയായിരുന്നു, അല്ലെങ്കിൽ മറ്റേ സ്വിഫ്റ്റ് മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് വേണാട് പോലത്തെ ബസ്സുകളാണ്. നിങ്ങൾ പോകെ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. കാരണം റോഡുകൾ അങ്ങനെയാണ്, ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ്. ചില റോഡൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ പോകുമോ എന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് പോകെ അത് കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൻ്റെ അവിടെ നിർത്തിയേക്കാണ്. ഇനി ഇവിടെ ഈ തൂക്കുപാലത്തിൽ കയറിയിട്ട് ചുമ്മാ അതൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് പോകും. ഇതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വലിയ ദൂരമൊന്നുമില്ല. കുറച്ചും കൂടെ വരുമ്പോഴത്തേനും ഈ ഒരു തൂക്കുപാലം നല്ല രസകരമായിട്ടുള്ളൊരു മൂഡാട്ടോ. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ചുമ്മാ ആൾക്കാർക്ക് ഫാമിലിക്കും ഒക്കെ വന്ന് ഇതിൽ രസകരമായിട്ട് കയറി പോകാനും ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമാണ്. രസമാണ്, പിള്ളേർക്കൊക്കെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പരിപാടികളാണ്. ഇതൊക്കെ കൊള്ളാം. ഇവരുടെ മൊത്തത്തിലുള്ള പരിപാടികൾ കൊള്ളാം കേട്ടോ. KSRTCയിൽ ഇപ്പോൾ ഇതിലുള്ള നമ്മുടെ കൂടെയുള്ള ഷമീർ ആണെങ്കിൽ ഇവരൊക്കെ അടിപൊളി ആൾക്കാരാട്ടോ. ഡ്രൈവേഴ്സും എല്ലാം അടിപൊളിയാണ്. കാരണം അവർ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നിടത്ത് നല്ല തിരക്കുണ്ട്, പക്ഷേ അവരതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഒരു നോർമൽ പരിപാടി പോലെയല്ല, നല്ല രസകരമായിട്ട് പോകുന്നുണ്ട്. കൊള്ളാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും തിരിച്ച് തട്ടേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. തട്ടേക്കാടൊന്നും നിർത്തുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയി. ഈ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മഹാദേവ ക്ഷേത്രമാണ്. വൃശ്ചിക മാസത്തിൽ 2 പാമ്പുകൾ ഇവിടെ വരും അത്ര. ആ 2 പാമ്പുകളിൽ ഒരു പാമ്പ് മരിച്ചു എന്നുള്ളതാണ് കേട്ടത്. അങ്ങനെ ഈ 2 പാമ്പുകളെ കാണാൻ സാധിക്കും. അങ്ങനെ പ്രത്യേകതകളുള്ളൊരു അമ്പലമാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഷമീർ പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് ഒരു നോർമൽ ഒരു പ്രൈവറ്റ് ടൂറിൽ എന്തൊക്കെ നടക്കുമോ അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് ഓരോന്നും നമ്മൾക്ക് വേണ്ടി പറഞ്ഞു തരും. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഡാൻസ്, ഉപേന്ദ്രൻ ചേട്ടനും വിജയൻ ചേട്ടനൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഉത്സാഹ കമ്മിറ്റി. പിള്ളേരുടെ കൂടെ ഉപേന്ദ്രൻ ചേട്ടൻ അങ്ങ് ചുമ്മാ ഡാൻസ് കളിക്കുമോ, എൻ്റെ പൊന്നോ.
കുട്ടമ്പുഴ എന്നൊരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരെ പോയാൽ പൂയംകുട്ടി, മണിയമ്പഞ്ചാല്, വെള്ളാരംകുത്ത്, ഈ പുലിമുരുകൻ പിടിച്ചില്ലേ, ആ റൂട്ട് നേരെയാണ് പോകേണ്ടത്. നമ്മളിവിടുന്ന് പോകുന്ന റൈറ്റാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു സ്കൂളാണ്. ഈ സ്കൂളിന് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, പ്രത്യേകതയുള്ളതല്ല. കണ്ടല്ലേ, ഒരു ഫെൻസിങ് ഉണ്ട്. അത് ആക്ച്വലി ആനകൾ അകത്തേക്ക് കയറാതിരിക്കാൻ സേഫായിട്ട് സ്കൂളായതുകൊണ്ട് അങ്ങനെ ഒരു ഫെൻസിങ് സ്കൂളിൽ മാത്രമല്ല മിക്ക സ്ഥലങ്ങളിലും ആ ഫെൻസിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഫെൻസിങ് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനകൾ അകത്തേക്ക് കയറാതിരിക്കാൻ. ഇവരുടെയൊക്കെ ഒരു ജീവിതം അങ്ങനെയാണ്. നമ്മൾ കാണുന്നതല്ലേ, ആനകളെല്ലാം പുറത്തേക്ക് വരുന്നു, ഒരുപാട് വഴികളിലൂടെയൊക്കെ നടന്ന് വരണതൊക്കെ. സോ ഈ റോഡുകളിലൂടെ വണ്ടി ഓടിക്കുന്നവർ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ നടപടിയില്ല കേട്ടോ. കാരണം 2 വണ്ടികൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് വേണം. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഷമീർ പുറത്തിറങ്ങി വഴി പറഞ്ഞു കൊടുക്കും. സോ അതിലൂടെ വരുന്ന വേറെ ബസ്സുകാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. അവരും വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. സോ അത്രയും കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ഈ ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ റോഡിൽ ഇനി കുറച്ച് ദൂരം കഴിഞ്ഞാൽ ഇതുപോലെ ബസ്സുകൾ വരില്ല. കാരണം ഇതിൽ KSRTC ബസ്സിനൊക്കെ പോകാൻ മാത്രമേ പറ്റുന്ന റോഡുകളാണ്. അപ്പോൾ അതൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ആന വരാൻ സാധ്യതയില്ല. വയനാട് പോലത്തെ ഡ്രൈവേഴ്സ് അല്ല, ഡ്രൈവേഴ്സ് ആണെങ്കിലും ടൗണായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. ഇതിൽ രസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ നമ്മുടെ മുമ്പിൽ പോകുന്ന ബസ് നിർത്തി. കാരണം അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത്ര ബുദ്ധിമുട്ടാണോ, നമ്മളവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ 2 മരത്തിൻ്റെ ഇടയിലൂടെയൊക്കെ നമ്മൾ ഈ ബസ് ഓടിച്ചു പോകണത് കേട്ടോ. ഇവരെ സമ്മതിച്ചേ പറ്റൂ. കുറച്ച് നല്ല പാടാണ്. ആ പാലം ഇങ്ങനെ കുത്തനെ കയറി ഇറങ്ങി ബസ് വലിയ ബസ്സായ പെട്ടു. പക്ഷെ പുള്ളിയെ സമ്മതിക്കണം.
അങ്ങനെ ഞങ്ങൾ ഓടി മാമലക്കണ്ടത്തെത്തി. കണ്ടില്ല, ഒരു ജീപ്പ് ഇട്ട് ഇവിടെ ഫുൾ ഓഫ് റോഡ് ജീപ്പുകളുടെ ഇതാട്ടോ. നമുക്ക് ഇവിടെ നിർത്തി 2500 രൂപയ്ക്കും 3500 രൂപയ്ക്കൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഓഫ് റോഡ് ട്രിപ്പിന് പോകാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ പ്രോപ്പറായിട്ട് മാമലക്കണ്ടത്തെത്തി. അങ്ങനെ ഞങ്ങൾ മാമലക്കണ്ടത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്കൂളാണെന്നാണ് പറയണത് മഴക്കാലത്ത്. കാരണം ആ പാറയിലൂടെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കും, വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത്ര ഭംഗിയാണ്, സീനിക് ബ്യൂട്ടി ഉള്ളൊരു സ്കൂളാണ്. പക്ഷേ ഞങ്ങൾക്കൊന്നും കാണാൻ സാധിച്ചില്ല, ഞങ്ങൾക്ക് നല്ല കട്ട വെയിലായിരുന്നു. അങ്ങനെ ഒരു രസകരമായിട്ടുള്ള സ്കൂൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു. എല്ലാവരും നോക്കി, അങ്ങോട്ടും നോക്കി. ആരെങ്കിലും ബസ്സായിട്ടുണ്ടോ? വേറെ വണ്ടിയില്ല. നേരെ ആ വഴിക്ക് പോകുന്ന 6 മൈലാണ്. ഇതാണ് ഇതിന്റെ പോയിന്റ്. മുകളിലാണ്, മലയുടെ മുകളിലാണ്. അവിടെ കീഴിട്ടും താഴേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഞങ്ങൾ കാടും മലയൊക്കെ കയറി ഞങ്ങൾ വീണ്ടും നമ്മളുടെ AM റോഡിലേക്ക് വന്നു, മൂന്നാർ റോഡിലേക്ക് വന്നു. ഇരുമ്പ് പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ജോയിൻ ആവുക. സോ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ കയറി അടിമാലി എത്തുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ എട റോഡിലേക്ക് കയറും. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ പരിപാടികൾ. ഏകദേശം 11-11:30 ആ സമയമൊക്കെ ആയപ്പോഴത്തേനും നല്ല വെയിലുണ്ട്, എന്നാൽ ചെറിയ കാറ്റുണ്ട്. എല്ലാവരും പതുക്കെ ചെറിയൊരു മയക്കത്തിലേക്ക് പോയി. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എല്ലാവരും എഴുന്നേറ്റു. എല്ലാരും ചൊല്ലണ കല്യാണ നെഞ്ചിലെന്ന് ശ്രുതി അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ പാടി പീച്ചാട് എന്ന് പറയുന്ന ഒരു ചെറിയ അരുവിയിലെത്തി. ഇപ്പോൾ നമ്മൾ പീച്ചാടിൽ ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ വെള്ളമില്ലാത്തതുകൊണ്ട് ചാട്ടമില്ല, വെള്ളം മാത്രമേ ഉള്ളൂ. ആകെ ഇങ്ങനെ നീരൊഴുക്കെന്നൊക്കെ പറയില്ലേ, കുറച്ച് വെള്ളമുള്ളൂ. പക്ഷേ എന്നാൽ ഇവിടുത്തെ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്, മൈനസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടുത്തെ -1 -2 ഒക്കെ ആയിരിക്കും ഇവിടുത്തെ വെള്ളത്തിൻ്റെ തണുപ്പ്. നമ്മൾ കാല് വെച്ചാൽ വിറയ്ക്കുമെന്നാണ് നമ്മുടെ ഷമീർ പറയുന്നത്. ഷമീർ അടിപൊളിയാട്ടോ, എല്ലാം നമുക്ക് വിവരിച്ച് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഒരു അടിപൊളി കക്ഷിയാണ് ഷമീറിന്. നമുക്ക് 10-ൽ ഇതുവരെ 9 മാർക്ക് കൊടുക്കാം. ഇനി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയത് മൊത്തം കൊടുക്കാം. കണ്ടോ, അടിപൊളിയാട്ടോ, നല്ല തണുത്ത വെള്ളം. പതുക്കെ ഇറങ്ങണേ, പതുക്കെ.
നമ്മളെ പുറകെ 2 ബസ് വരാനുണ്ട്. നമ്മൾ തിരക്കാവും. അപ്പൊ നമുക്ക് തുടങ്ങിയിട്ട് ഇത് വഴി താളിക്കാൻ ചെയ്യണം, ഉപയോഗിക്കണം. അങ്ങനെ ചെയ്താൽ അത് കഴിഞ്ഞ ശേഷം വേഗം പതുക്കെ ഇതേ എവിടെ ഉണ്ട് വേണ്ട വേണ്ട അതൊക്കെ ഓക്കെയാണ്. കുറച്ച് പൊട്ടിക്ക് എത്ര മതി എടുത്തെടുത്ത് ചേട്ടാ അത് ഇത്തിരി കൂടി ഇട്ടേക്കാം. മുഖം കിട്ടിയില്ല, ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. അതെ മുഖം കിട്ടിയിട്ടുണ്ട് പോരെ. ഒരു പപ്പടം എടുത്തിട്ടേക്കാമോ? താങ്ക് യു. രുദ്ര പ്ലേറ്റ് കാണിക്കേ. നല്ല അതിമനോഹരമായ ഒരു അന്തരീക്ഷത്തിലിരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. കണ്ടോ, പുറകിലൊരു പുഴ, അതിമനോഹരമായൊരു പുഴ. ആ പുഴയുടെ പശ്ചാത്തലത്തിലിരുന്ന് നമുക്ക് കഴിക്കാം. ഇവിടെ ഇങ്ങനെ കുറേ കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു റിസോർട്ടിൻ്റെ സെറ്റപ്പ് അല്ലേ? പിന്നെ ഒരുപാട് പേര് വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു റിസോർട്ടാണ് ഇത്. അപ്പോൾ കംപ്ലീറ്റ് നമ്മളുടെ KSRTC ബസ് ഇവിടെ നിർത്തുന്നത്. അപ്പോൾ ഈ മെയിനായിട്ട് നമുക്ക് ഈ സദ്യ കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ബൊഫയിൽ വിളമ്പാൻ ഇത്തിരി മടിയായിരിക്കും. ഇന്നിപ്പോൾ അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക്. അവർ ഈ പ്രസാദ ഊട്ട്, ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പ്രസാദ ഊട്ട് പോലെയാണ്. ഈ അമ്പലത്തിൽ പ്രസാദ ഊട്ടിന് ഇത് കൂടുതൽ സാധനം കൊടുക്കും. ഇവർ നമ്മൾ പൈസ കൊടുത്തിട്ടാണ്. പക്ഷേ ഇവന്മാർ അങ്ങ് വിളമ്പാൻ മടി. ഞാൻ പക്ഷേ ചോദിച്ചു മേടിച്ചു, അത് വേറെ കാര്യം. പക്ഷേ എല്ലാവർക്കും അത് ചിലപ്പോൾ പറ്റില്ല, എല്ലാവർക്കും അതൊരു മടിയായിരിക്കും. അപ്പോൾ ഇവന്മാർ ഭയങ്കര മോശം. നമ്മളെല്ലാവരും അത് പ്രശ്നം ഉണ്ടാക്കി, അതുകൊണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ കറക്റ്റായിട്ട് കിട്ടി. കാര്യം അവരിത്തിരി മോശം സർവീസ് ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ അവിടുത്തെ കാര്യങ്ങൾ നമ്മളുടെ ഷമീറും ടീമും മാനേജ് ചെയ്തു എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നീട് അവരവിടെ ചെന്ന് അവരതിൻ്റെ അകത്ത് കയറി ഇന്ന് വിളമ്പലും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ആനക്കുളം എന്ന് പറയുന്ന ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്താണ്. അതിന് ഒരുപാട് ഈ വെള്ളത്തിനൊക്കെ പ്രത്യേകതകളുണ്ട്, ഞാൻ പറയാം. അഞ്ചഞ്ചരയ്ക്ക് ശേഷം ദാ കാടുകളിൽ നിന്നും ആനകൾ ഇറങ്ങി വന്ന് വെള്ളം കണ്ടില്ലേ, ആനപ്പിണ്ടമാണ് കിടക്കുന്നത്. ആനകൾ വന്ന് വെള്ളം കുടിക്കും. ഈ വെള്ളത്തിന് ഗന്ധകത്തിൻ്റെ ടേസ്റ്റാണെന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആനകൾ മുഴുവൻ ഇവിടെ വരികയും ഇവിടെ വന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആനക്കുളം എന്നുള്ള പേര് വന്നത്. മതിട്ടോ, നിങ്ങൾ അവിടെ നിന്നാ മതിയേ. രുദ്ര ഇറങ്ങല്ലേ, നിങ്ങൾ പോവല്ലേ. ഇവിടെ ആണെങ്കിൽ 5:30 മണിക്ക് ശേഷം വിനോദസഞ്ചാരികളെ ഈ കരയിലേക്കോ ഇങ്ങോട്ടോ ഇറങ്ങാനോ ഒന്നും സമ്മതിക്കില്ല. കാരണം ആനകൾ വരുമെന്ന് ഞാൻ ആ കടകളിലൊക്കെ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇന്നലെ ഞങ്ങൾ വരുന്നതിന് തലേ ദിവസം 4 മണിക്ക് അവിടെ ആന വന്നിരുന്നു. സോ അതുകൊണ്ട് ആ സമയത്തിന് ശേഷം ആരെയും ഇവിടെ അതിലേക്ക് ഇറക്കുകയോ ആ കരയിൽ നിൽക്കാനോ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ ആനക്കുളത്തുനിന്ന് പോന്നു. നേരെ പോയത് ഒരു ചായ കുടിക്കാനാണ്. അപ്പോൾ ഈ ഭക്ഷണം കഴിച്ച ഉടനെ നിങ്ങൾ ആനക്കുളം കണ്ട് ചായ കുടിക്കണമെന്ന് തോന്നണ്ട. ഇതിനൊക്കെ ഇടയിൽ ഗ്യാപ്പുകളുണ്ട്. വീണ്ടും ട്രാവൽ കാര്യങ്ങളായതുകൊണ്ടാണ് ഞാനത് വീണ്ടും കാണിക്കാത്തത്. ഇപ്പോൾ ഇവിടെ ഈ ആൾ ചായ എടുക്കുന്ന രീതിക്കൊരു വെറൈറ്റി ഉണ്ട്. നിങ്ങൾ നോക്കിക്കോട്ടെ, വലിയ സംഭവമായിട്ടൊന്നുമല്ല, എന്നാൽ എനിക്ക് രസകരമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സും ഒക്കെ കഴിച്ച് പത്തിരിയും ബ്രെഡും ഒക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്ങനെ പോന്നു. അങ്ങനെ ഞങ്ങളുടെ ഈ ട്രാവലിൻ്റെ അവസാന സ്പോട്ടിലേക്ക് എത്തുകയാണ്. സോ ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂന്നാറിനടുത്തായിട്ട് ഉള്ളൊരു ഗംഭീര എസ്റ്റേറ്റാണ്. കാണാൻ നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോസും ഒക്കെ എടുക്കാനും വീഡിയോസും റീൽസും ഒക്കെ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ആ വഴിയിലേക്ക് പോകുമ്പോഴും ഈ ഒരു കയറി വരലും പോവലും ഒക്കെ ഭയങ്കര പാടാണ് കേട്ടോ. ഇതൊരു എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSRTC സർവീസ് അടിപൊളി, ഒന്നും പറയാനില്ല. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 2 പേരും അടിപൊളി ടീമാണ്. ഷമീർ ആയാലും ജൈവിച്ചേട്ടനാണെങ്കിലും സൂപ്പർ. കണ്ടില്ലേ എത്ര മനോഹരമായ ഒരു സ്ഥലമാണെന്നറിയോ. ഇതൊന്നും നോർമലി നമ്മളൊരു കാർ ഓടിച്ച് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്, കാരണം റോഡുകൾ മോശമാണ്. അപ്പം നമ്മളുടെ വണ്ടിയുടെ അവസ്ഥ എന്താണെന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ ലക്ഷ്മി എസ്റ്റേറ്റിൽ ഇങ്ങനെ വെറുതെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തി. ഇവിടെ കുറേ ഫോട്ടോയൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്ത് കണ്ട ആൾക്കാർ പിള്ളേർ നമ്മുടെ പിള്ളേരെ കയറി പോണത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ലക്ഷ്മി എസ്റ്റേറ്റിലെത്തി. നമ്മളുടെ രാവിലെ മുതൽ തുടങ്ങിയ യാത്രയാണ്. ഇത് ഏകദേശം ഇങ്ങനെ കഴിയാറായി തുടങ്ങി, ലൈറ്റും പോയി തുടങ്ങി. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. നമ്മളെ ഷമീർ, നിങ്ങൾ ഈ വീഡിയോയിൽ ഉടനീളം കണ്ടിട്ടുണ്ടാവും. ഷമീറിനൊന്നും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഷമീർ അടിപൊളി ഒരു കോർഡിനേറ്ററായിരുന്നു, നല്ല കോർഡിനേഷനായിരുന്നു. ആദ്യം മുതൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തരികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് രസകരമായിരുന്നു. അപ്പോൾ പുള്ളീനെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി. ഞാൻ ഈ ട്രിപ്പ് ഒന്നുകൂടി പറയാം, അതിനുശേഷം ഞാൻ പുള്ളീനെ പരിചയപ്പെടുത്താം. നമ്മൾ തുടങ്ങിയത് പെരുമ്പാവൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കോതമംഗലം പോയി, കോതമംഗലത്ത് നിന്ന് പിന്നെ രാവിലെ കോതമംഗലത്ത് നിന്ന് നേരെ മൂന്നാർ റൂട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ നിന്ന് തിരിഞ്ഞ് വേറെ റൂട്ടിലൊക്കെ വന്ന് നിങ്ങളതൊക്കെ കണ്ടു. നല്ല രസകരമായിട്ടുള്ള കാട്ടിക്കോട്ടുള്ള യാത്രയും ഒക്കെ ആയിരുന്നു. മഴക്കാലമാണെങ്കിൽ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി അത് അടിപൊളിയായിരിക്കും. ഇത് പക്ഷേ കുറച്ച് ചൂടൊക്കെ ഉണ്ട്, ചൂടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണ സ്ഥലം ഫുഡൊന്നും വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ എന്നാൽ പോലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരെയും കൂടി അവിടെ ഇത്രയും അതെനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലഞ്ച് കഴിക്കുമ്പോൾ അവരവിടെ വിളമ്പുന്നതിന് അവർക്ക് ഇത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊട്ടും നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല ആരും തന്നെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആനക്കുളത്തിൽ ആനേനെ കണ്ടില്ല, ബാക്കിയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ചായ കുടിച്ചു. അങ്ങനെയുള്ളൊരു ട്രിപ്പ്, ഒരു ദിവസത്തെ ഒരു ലിഷർ ട്രിപ്പാണ്, ഉല്ലാസയാത്രയാണ്, രസകരമായിരുന്നു. അതിൻ്റെ വൈൻഡപ്പിലേക്ക് എത്തി. നമ്മുടെ പിള്ളേരൊക്കെ കണ്ടില്ല, ഇവിടെയൊക്കെ ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളും അതിൻ്റെയൊക്കെ മുകളിലേക്ക് പോയി. ഇവിടെ ഏകദേശം നമുക്ക് 1 മണിക്കൂർ പരിപാടിയുണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ ഇനി ഷമീറിനെ ഞാൻ പരിചയപ്പെടുത്താം. ഷമീറെ, ഞാൻ ഇതുവരെ പറയായിരുന്നു ഷമീർ ഒരു ഗംഭീര കോർഡിനേഷനും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ, ഒരു അസോസിയേഷൻ ഇങ്ങനെ ഇപ്പോൾ ഒരു ബസ് ഫുള്ളായിട്ട് വിളിച്ച് പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമുക്ക് മെയിൻ കോർഡിനേറ്റർ ആയിട്ടുള്ള ഗണേഷ് ഉണ്ട്. നമ്മൾ പെരുമ്പാവൂർ ഡിപ്പോയാണ്, പെരുമ്പാവൂർ യൂണിറ്റിൻ്റെ VTC ഉല്ലാസയാത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഗണേഷ് സാറിൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇപ്പോൾ പറയാം. 75 589 91 581 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രിപ്പ് ബുക്ക് ചെയ്യാം. ഗ്രൂപ്പായിട്ടും ബുക്ക് ചെയ്യാം, അതല്ല ഇൻഡിവിജ്വലായിട്ടും ബുക്ക് ചെയ്യാം, ഒരാൾക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. അപ്പോൾ അവർ നിങ്ങളൊരു ഗ്രൂപ്പിൽ അങ്ങോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ഇപ്പോൾ ഒരാളാണെങ്കിൽ ഒരാൾ അങ്ങനെ നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു പോസ്റ്റ് ഇടും. ഇന്ന റൂട്ടിലേക്ക് ഞങ്ങൾ ട്രിപ്പ് വയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടും. അതിൽ ഇൻഡിവിജ്വലായിട്ട് ബുക്ക് ചെയ്യാം. ഒരാളോ 2 ആളോ 10 ആളോ എത്ര ആളോ വന്നാലും നമ്മൾ ചെയ്യും. അത് 45 പേരിൽ മേളിലായി കഴിഞ്ഞാൽ, 50 പേരാണ് 51 പേരാണ് സീറ്റിംഗ് ഉള്ളത്. 45 പേരിലും 50 പേരിലും ഇടയ്ക്കുണ്ടെങ്കിൽ നമ്മൾ ട്രിപ്പ് കൊണ്ടുപോകും. പിന്നെ ഗ്രൂപ്പാണെങ്കിൽ ഞങ്ങൾ ഇത്ര 50 പേരുണ്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ദിവസം അവർ പറയുന്ന ദിവസം തന്നെ ശരി വണ്ടി സെറ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഏതൊക്കെ ട്രിപ്പ് ഉണ്ട്? പെരുമ്പാവൂരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഇത് മാമലകണ്ടം വഴി മൂന്നാർ 1 2 ചതുരംഗപ്പാറ പുപ്പാറ വഴി, രാജാക്കാട് രാജകുമാരി പുപ്പാറ വഴി ചതുരംഗപ്പാറയ്ക്ക് പോകുന്നുണ്ട്. തിരിച്ചു വരുന്ന ഗ്യാപ്പ് റോഡ് വഴിയാണ്, മൂന്നാർ വഴിയാണ് തിരിച്ചു വരിക.
ഇതെല്ലാം ഒറ്റ ദിവസത്തെ ട്രിപ്പാണ്? എല്ലാം വൺ ഡേ ട്രിപ്പാണ്. സ്റ്റേ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സ്റ്റേ ട്രിപ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യോ? വയനാട് ആലോചിക്കുന്നുണ്ട്. ആണല്ലേ, അടിപൊളി. വയനാട് ആലോചിക്കുന്നുണ്ട്. 2 നൈറ്റും 2 ഡേയും വെച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഷമീർ അടിപൊളിയായിരുന്നു കേട്ടോ. കോർഡിനേഷനും ഒക്കെ നല്ലതായിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്കതിൽ ആകെ അഭിപ്രായം ഉണ്ടായിരുന്നു, നമ്മൾ ആ ഫുഡ് ഇന്ന് ഉച്ചയ്ക്കലത്തെ ഒരു ചെറിയ പാളി പോയത് മാത്രമേ ഉള്ളൂ. ബാക്കി പക്ഷേ അത് ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാണല്ലോ. പക്ഷെ അത് ഷമീർ നന്നായിട്ട് ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണ് 100% ഷമീറിൻ്റെ കാര്യത്തിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ കണ്ടല്ലോ, ഷമീറാണ് നമുക്ക് ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത്. ഇതിൽ വേറെ ഒന്നുമില്ല, ക്ലീൻ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. KSRTCയുടെ പെരുമ്പാവൂർ ഡിപ്പോ. ഞാൻ ഫോൺ നമ്പർ ഇതിലിട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിച്ച് നിങ്ങൾക്ക് പോവാം. ഓക്കെ, വേറൊന്നും പറയാനില്ല. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡ് ടെയിൽ ടോക്സിലെ ഒരു ഉല്ലാസ യാത്ര.